ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രൊമോസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു തെലുങ്ക് സിനിമയുടെ ഒരു റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നു. അതായത് സിനിമയുടെ പേര് എന്താണെങ്കിൽ ഉഗ്രം എന്നാണ്. സംവിധാനം വിജയ് കനകംഡേല എന്നാണ് സംവിധായകൻ്റെ പേര്. ഈ സിനിമയിൽ പ്രധാനപ്പെട്ട വിഷയത്തെന്നായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അല്ലൂരി നരേഷും മിർന മേനോൻ, നമ്മുടെ മലയാളത്തിലെ ഇന്ദ്രജ, നവാബ് ഷാ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട റോളെത്തുന്നത്. സിനിമ ഫോക്കസ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറുടെ ലൈഫും കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സിനിമ കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു ആക്ഷൻ സിനിമയാണ്. ആ രീതിക്കാണ് സംവിധായകൻ വിജയ് കനകംഡേല ഈ ഒരു സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. സൂപ്പർ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ആക്ഷൻ പാക്കോട് കൂടി കാണാൻ വേണ്ടി പറ്റിയ ഒരു സിനിമയാണ്. നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് കുറച്ചൊക്കെ ഇങ്ങോട്ട് പോകുന്നത് നമുക്ക് തോന്നിപ്പോവും ഇതൊരു സ്ഥിരം ക്ലീഷേ സിനിമയല്ലേ എന്നൊക്കെ തോന്നിപ്പോവും. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടു മറന്ന് പല പല പോലീസ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പടമായിരിക്കും നമുക്ക് തോന്നി. പക്ഷേ അങ്ങനെയല്ല പടം. ഈ സിനിമയിൽ പ്രധാനമായിട്ട് നമുക്ക് സൊസൈറ്റിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു മെസ്സേജ് അവർ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത്ര പെർഫെക്റ്റ് ആയില്ല. നമ്മൾ ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ അത് അത്രയ്ക്കൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു 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 വിശിഷ്ടമായ ഒരു കാര്യമാണ് ഈ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് ആളുകൾ കൺവെർട്ടായി പോകുന്ന കാര്യം. അത് മുഖാന്തരം ഉള്ളാവുന്ന കുറച്ച് ക്രൈമും കാര്യങ്ങളൊക്കെയാണ് ഈ പടം പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയിരിക്കുകയാണ് പടത്തിൻ്റെ ഒരു സ്റ്റോറി ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പടത്തിൻ്റെ സ്റ്റോറി ലൈനിലോട്ട് വരുന്ന പോലെ ഇതിൻ്റെ ഒരു അവസാന നിമിഷമാണ് വരുന്നത്. അല്ലൂരി നരേഷ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടറാണെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ എല്ലാ സിനിമയിലും പറഞ്ഞടിക്കുന്ന ഒരു സൂപ്പർ ഹീറോ നായകൻ എന്നുള്ള അതിനൊക്കെ വിട്ടിട്ട് നോർമലി ഇപ്പോൾ ലൈഫിൽ നമുക്ക് എന്തൊക്കെ നടക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കാനാണ് ഈ ഒരു സിനിമയിൽ ഇയാളെ പെർഫോമൻസ് ചെയ്തത്. പിന്നെ മിർന മേനോൻ നല്ലൊരു ഈ സിനിമയ്ക്കൊരു ഈ അല്ലാരി നരേഷിൻ്റെ കൂടെ തന്നെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കെമിസ്ട്രി വർക്കൗട്ടുണ്ട്. ഇവരുടെ ഒരു കോമ്പിനേഷൻ സീൻസും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. നവാബ് ഷാ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്ഥിരം ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. വേറെ ഒന്നും പറയാനില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാം. അതായത് ഈ ഒരു സിനിമ നമ്മുടെ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ കുറച്ച് ആൾക്കാരുടെയൊക്കെ ഒരു കിഡ്നാപ്പിംഗ് സംബന്ധപ്പെട്ട ഒരു ഇതാണ് പറഞ്ഞത്. ഇങ്ങനെ നടക്കാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കൂടെ വിജയ് കനകംഡേല എന്ന സംവിധായകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നല്ലൊരു സ്റ്റോറി ലൈനാണ്. പക്ഷേ അവർ അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു രീതി ഇത്തിരി മോശമായിപ്പോയി. പിന്നെ ആക്ഷൻ പക്കയായിരുന്നു. ആക്ഷൻ പാക്കുകളൊക്കെ സൂപ്പറായിരുന്നു. കാര്യങ്ങളൊക്കെ ആയിരുന്നു. പടം ത്രില്ലിംഗ് ആണ്. കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് തോന്നിപ്പോയത്. നമ്മൾ ചിന്തിക്കണം. കാരണം ഇതിനകത്തുള്ള പറയപ്പെടുന്ന ഈ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുടെ ഒരു ഒരു സ്വഭാവമായ ഒരു വൈകൃതങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് പുച്ഛിക്കാനോ ഒന്നിനും നമുക്ക് പറയുന്നത്. പക്ഷേ അവരുടെ ഒരു ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ മോശമായി പോകുന്നുണ്ട് എന്നും കൂടെ ഈ സിനിമയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഒരു സിനിമയായിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി സംവിധായകന് പ്രചോദനമാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, സിനിമ ആക്ഷൻ പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലാരി നരേഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ആ ഒരു കാര്യം വെച്ചാണെങ്കിൽ ഈ ഒരു സിനിമയിൽ നമ്മൾ ഇതുവരെ കണ്ടു പോയ കുറച്ച് തമിഴ് സിനിമകളുടെയൊക്കെ ഒരു എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നു എന്നും കൂടെ എനിക്ക് തോന്നിപ്പോയി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തേറി, എന്നെ അറിന്താൽ, മെരസൽ, പിന്നെ സിരുത്തൈ, അങ്ങനത്തെ കുറച്ച് സിംഗം, അങ്ങനത്തെ കുറച്ച് പോലീസ് സിനിമകളുടെ കുറച്ച് എലമെൻറ്റും കാര്യങ്ങളൊക്കെ സിനിമയുടെ ഒരു മുന്നോട്ടുള്ള പോക്കിനോ അല്ലെങ്കിൽ ആക്ഷൻ പാക്കിനോ വേണ്ടി കുത്തിക്കെട്ടിലൊക്കെ തോന്നിപ്പോൾ നമ്മൾ കണ്ണു മറന്ന കുറേ പോലീസ് സിനിമയിലെ കുറച്ച് ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും, പിന്നെ മെറസൽ എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ രണ്ട് സീനുകളൊക്കെ അവിടെ ഇവിടെ കാണാൻ വേണ്ടി പറ്റി. അതൊക്കെ ഒരു ജോയിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് തോന്നിപ്പോൾ അതൊക്കെ സിനിമയ്ക്ക് ഭയങ്കര രസകരമാണെങ്കിൽ പോലും അതൊരു കോപ്പിയായിട്ടാണ് എനിക്ക് തോന്നിപ്പോയത്. അങ്ങനെ ഒരുപാട് സീക്വൻസൊക്കെ കൊണ്ട് നമ്മുടെ സിരുത്തൈ സിനിമയിൽ തന്നെ ഒരു സീക്വൻസൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉൾപ്പെടുത്തിയ സീനുകളൊക്കെ സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഭയങ്കര ഒരു പ്രചോദനമായെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ആ രീതിക്കാണ് പോയത്. പിന്നെ പടം കണ്ടിരിക്കാം. ഒരു നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല. നല്ല ഒരു പോലീസ് സ്റ്റോറി, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി കാര്യങ്ങളൊക്കെ പടം പോയിക്കൊണ്ടിരിക്കുന്ന സംവിധായകൻ വിജയ് കനകംഡേല കുറച്ചും കൂടെ തൻ്റേതായിട്ടുള്ള ഒരു ശൈലിക്ക് സിനിമ എടുക്കാമായിരുന്നു ഉള്ളത് എനിക്ക് തോന്നിപ്പോകുന്നത്. പിന്നെ വേറൊന്നും പറയാനില്ല. ഈ സിനിമ അത്രയ്ക്ക് പെർഫെക്റ്റ് മൂവി തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഈ പടം ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സിനിമയാണ് ഈ ഒരു ഉഗ്രം എന്ന് പറയുന്ന ഒരു സിനിമ. പിന്നെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിനിമയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അക്സെപ്റ്റിങ് ചെയ്യാൻ പറ്റാത്തതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതിൽ തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടില്ലെങ്കിൽ ടെലിഗ്രാമിൽ പോയി കാണുക. ഇതിൻ്റെ തെലുങ്ക് വെർഷൻ മാത്രം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ കാണാൻ വേണ്ടി പറ്റിയെങ്കിൽ ജസ്റ്റ് ഭാഷ പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക. ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് ലോജിക്കില്ലായ്മയിൽ നിന്നുള്ള ഒരു പൊട്ടത്തരം കൂടെ കാണിച്ചിട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ആക്സിഡൻ്റായ ഒരു വ്യക്തി
കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു, കാർ ആശുപത്രിയിൽ പോകുന്നു, ഭയങ്കര ആക്സിഡൻ്റൊക്കെ ആയിട്ട് വ്യക്തി ഓടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ അവിടെ ചെന്നിട്ടാണെങ്കിൽ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ ഒരു ഫസ്റ്റ് ഒരു ഒരു 6-7 മിനിറ്റോളം പടം നമുക്കങ്ങ് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുമെന്നൊക്കെ തോന്നിപ്പോയ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രയൊക്കെ മാത്രം നെഗറ്റീവുള്ളൂ. പിന്നെ ആ ഒരു സീക്വൻസ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോറി ലൈനിലേക്ക് പോകുന്നത് സൂപ്പറാണ്. പിന്നെ മെൻഷൻ ചെയ്യേണ്ട ഒരു കഥാപാത്രം ഇന്ദ്രജയുടെ കഥാപാത്രമാണ്. ഇന്ദ്രജ നമുക്കറിയാം, നമ്മുടെ മലയാളത്തിലെ മിക്ക സിനിമയിലൊക്കെ അഭിനയിച്ച ഇന്ദ്രജ, ബെൻ ജോൺസൺ, ക്രോണിക് ബാച്ചിലർ അങ്ങനത്തെ കുറച്ച് പടങ്ങളിലൊക്കെ അഭിനയിച്ച ഇന്ദ്രജ എന്ന് പറയുന്ന ഈ ഒരു നായികയുടെ കംബാക്ക് കാണാൻ വേണ്ടി പറ്റിയ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു അവരിങ്ങനെ കാണാൻ വേണ്ടി പറ്റിയ സിനിമയിൽ കൂടെ. അതും ഒരു പോയിൻ്റാണ്. ഉഗ്രം എന്ന സിനിമയിൽ ഡോക്ടർ സുനിത എന്നൊരു കഥാപാത്രമാണ് ഇവർ അവതരിപ്പിക്കുന്നത്. കാണാൻ വേണ്ടി പറ്റിയിട്ട് നല്ലൊരു തോന്നിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. ഈ ഉഗ്രം എന്ന സിനിമ നല്ലൊരു ആക്ഷൻ പാക്ക് പടമാണ്. പിന്നെ ചെറിയ ചെറിയ നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു ലാഗ് അടുപ്പിക്കാത്ത ഒരു കിടിൽ പോലീസ് ആക്ഷൻ പാക്ക് സിനിമയാണ് ഉഗ്രം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. കാണാൻ താല്പര്യമുള്ളവർക്ക് ഒരു റിലാക്സേഷന് വേണ്ടിയും ടൈം പാസിന് വേണ്ടിയും ഒക്കെ കാണാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ട് പടമായിട്ട് തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഉഗ്രം എന്ന് പറയുന്ന സിനിമയുടെ ഒരു റിവ്യൂ. മസ്റ്റായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിഷയം സൈനിങ് ഔട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ പറയാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശിഷ്ടങ്ങൾ വരുന്നതായിരിക്കും. ദിസ് പ്രണോ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.